വാട്ടർ ഫിൽറ്ററിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞേക്കണം. പ്ലംബിങ് ഏകദേശം ഒക്കെ കഴിഞ്ഞ് ബാക്ക് വാഷിംഗ് ലൈനൊക്കെ അടിച്ച് അവിടെ കൊണ്ടുപോയി നാഷണൽ പുറത്തേക്ക് ഇറക്കിയിട്ടാണ്ട് നമ്മളിവിടെ മുന്നേ പഴയ ലൈനിൽ നിന്നിരുന്ന വെള്ളത്തിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഫിൽറ്റർ വെക്കാണ്ട് എടുത്ത വെള്ളമാണ് ഡയറക്റ്റ് പൈപ്പിൽ നിന്ന്. വെള്ളത്തിൻ്റെ അവസ്ഥ ഇതാണ്. നമ്മൾ ഫിൽറ്റർ വെച്ചതിന് ശേഷം, അതായത് ഫിൽറ്റർ ചെയ്ത വെള്ളം നല്ല വെള്ളമാണോ വരും നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാൾവ് വെച്ചിട്ടുള്ളത്. വെള്ളം നോക്കി. ഹായ്, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഒരു വെസൽ ഫിൽട്രേഷന് വേണ്ടി വന്നതാണ് വീട്ടിൽ. അപ്പോൾ ഈ വീട്ടിലാണ് വെക്കാൻ പോകുന്നത്. ഈ വെള്ളം നോക്കി നോക്കും. ഈ നിലക്കാണ് വെള്ളം ഇവിടുത്തെ. അപ്പോൾ ഈ വെള്ളം കണ്ണീര് പോലെ ആക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഏരിയയിലാണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ പ്ലംബിംഗ് വർക്ക് എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വേറെ രീതിയിൽ വേറെ പൈപ്പ് അടിച്ചു കൊണ്ടുപോയിരിക്കുക, താഴത്തുനിന്നല്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഓപ്പൺ ടെറസിലാണ് ഈ വെസൽ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. കുറച്ച് ലെങ്ത് ഉണ്ട് വീഡിയോ, കാരണം എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അവസാനം വരെ കാണണേ. കുറേ സൂത്രപ്പണികളൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്റ്റൈനർ. ഇത് 2 സ്റ്റൈനറാണ് ഇതിന് വരുന്നത്. ഒരു ബോട്ടം സ്റ്റൈനർ ഉണ്ട്, അതുപോലെ തന്നെ മുകളിൽ വെക്കണ ഒരു സ്റ്റൈനർ വരുന്നുണ്ട്. അതായത് മൾട്ടി ബോട്ട് വാൾവിലേക്ക് വെക്കുന്ന ഒരു സ്റ്റൈനർ. 2 സ്റ്റൈനറാണ് വരുന്നത്. ഇത് നമ്മൾ ടൈ ഡിസ്കുകളിൽ നിന്ന് നമ്മൾ ഈ പല ഡിസ്കുകളാണ്, അതിൽ നിന്ന് നമ്മൾ 2-3 ഊരി കളഞ്ഞിട്ട് കുറച്ച് ഫ്രീ ആക്കണം. അതേപോലെ ഫ്രീ ആക്കി ഇടണം. കാരണം എന്തിനാ ടൈറ്റിൽ വെക്കാൻ പാടില്ല, കാരണം ചെറിയ സംഭവങ്ങൾ വന്നിട്ട് അടയും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ഈ വെസലിനകത്ത് വെക്കുന്ന പൈപ്പ് പല സൈസിലും വരുന്നുണ്ട്. 1 ഇഞ്ച് വരുന്നുണ്ട്, 1.5 ഇഞ്ച് വരുന്നുണ്ട്. നമ്മളിപ്പോൾ 1.5 ഇഞ്ചിൻ്റെ ഈ പൈപ്പാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. വെസൽ കുറച്ച് വലുപ്പമുള്ളതാണ്. അപ്പോൾ സൈസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ സ്റ്റൈനർ ഈ പൈപ്പിനകത്ത് പശ വെച്ചിട്ട് തന്നെ ഒട്ടിക്കണം കേട്ടോ. താഴെ വെക്കാം ബോട്ടം സ്റ്റൈനറിലേ. ഈ 1.5 ഇഞ്ച് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് 1.5 ഇഞ്ച്, 1 ഇഞ്ചിൻ്റെ പൈപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഇത് കറക്റ്റായിട്ട് ഇതിൽ ഇറക്കിയിട്ട് അടിയിലൊരു ചെറിയൊരു ഗ്രൂ പോലെ ഉണ്ട്. കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് തന്നെ ഈ സാധനം വെക്കുക, കുറച്ച് ഉയരത്തിൽ നിർത്തുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഇടാനുള്ള മീഡിയാസ്. ഇതിൽ വന്നിട്ടുള്ള മീഡിയാസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ഇഞ്ച് ബബിൾസ് ഉണ്ട്, 1/4 ഇഞ്ച് ബബിൾസ് ഉണ്ട്, മീഡിയം സാൻഡ് ഉണ്ട്, ഫൈൻ സാൻഡ് ഉണ്ട്, പിന്നെ കാറ്റലക്സ് ഉണ്ട്, ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ട്, MnO2 ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള മീഡിയാസ്. ഇനി ഓരോന്ന് ഇതിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൽ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ഇഞ്ച് ബബിൾസാണ് കറക്റ്റ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാം കാര്യങ്ങൾ. പിന്നെ ഒരുവിധം പെർഫെക്റ്റായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. പിന്നെ പക്ക പെർഫെക്റ്റ്ലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ പ്ലംബറെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള ലെവലിൽ ചെയ്യും. എന്നാലും നിങ്ങൾക്ക് ഒരുപാട് കാശ് ലാഭം തന്നെ ആയിരിക്കും. ഇപ്പോൾ ഈ മീഡിയാസ് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വാട്ടറിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ഇത് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് ആ ടെസ്റ്റ് റിപ്പോർട്ടായിട്ട് നമ്മൾ വെസലിൻ്റെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ചുള്ള മീഡിയാസ് നമ്മൾ തരും. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വെസലും അവരെന്നെ ഡിസൈൻ ചെയ്ത് തരാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ മീഡിയാസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റേ 1/2 ഇഞ്ചിൻ്റെ ബബിൾസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 4 ഇഞ്ച് ബബിൾസാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ മീഡിയം സാൻഡ്, അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഓരോന്ന് അതിന് നമ്മളിതിൽ ഫില്ല് ചെയ്യേണ്ടത്. അത് നമ്മൾ കറക്റ്റ് ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസും നമുക്ക് അവർ തരുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിത് ഫില്ല് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പൈപ്പ് നമ്മൾ താഴെ മറ്റേ ആ സ്റ്റൈനർ ഘടിപ്പിച്ചിട്ടുള്ള പൈപ്പ് താഴെ ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് കറക്റ്റ് മുട്ടിയിരിക്കണം താഴത്തേക്ക്. പിന്നെ അതിന് പുറമെ ഈ മീഡിയാസ് ഫില്ല് ചെയ്യുമ്പോൾ ഈ പൈപ്പിനകത്തേക്ക് ഒരു കാരണവശാലും കയറി പോരുത് കേട്ടോ. അപ്പോൾ അത് മുകളിൽ അടച്ചിട്ട് എന്തെങ്കിലും ടാപ്പ് വെച്ചിട്ട് അടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് അടക്കണം. അതിനകത്തേക്ക് ഒരിക്കലും കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഉയരത്തിൽ നിർത്തിയിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കാര്യങ്ങൾ. അപ്പോൾ ഓരോന്നും ഓരോ ഘട്ടമായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക എങ്ങനെയൊക്കെ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതനുസരിച്ച് വേണം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് മീഡിയ ആണ് ഫില്ല് ചെയ്യാൻ പോകുന്നത് കേട്ടോ.
അപ്പോൾ ഇത് ഫൈനലാണ്. അപ്പോൾ ഇത്രയും ഇത് അധികം ഉണ്ട്. നമ്മൾ ഈ സാധനം ഫില്ല് ചെയ്യുമ്പോൾ വെസൽ ഫില്ലാക്കി വെക്കാൻ പാടില്ല. ഒരു ഭാഗം ഫ്രീ ആക്കി ഇടണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെസലിനകത്ത് വെള്ളം ഫില്ലായിട്ട് നിൽക്കാനായിട്ടുള്ളൊരു സ്പേസ് അതിനകത്ത് വേണം. അപ്പോൾ മുകളിൽ നിന്ന് ഒരു ഭാഗത്ത് മാത്രമാണ് ഈ മൊത്തം ഫില്ല് ചെയ്തിട്ട് നിർത്താൻ പാടുള്ളൂ. ഇതാണ് ഇപ്പോൾ മീഡിയാസിൽ ഏറ്റവും കൂടുതൽ നിറക്കാനുള്ള സാൻഡാണ്. ഈ സാൻഡാണ് നമ്മൾ കൂടുതലും ഇതിൽ നിറക്കേണ്ടത്. അപ്പോൾ നിറച്ച് വരുമ്പോൾ എന്തായാലും മുകളിൽ നിന്ന് ഒരു 20 സെൻറ്റിമീറ്റർ 25 സെൻറ്റിമീറ്റർ താത്തിയിട്ട് വേണം ഇത് നിർത്താനായിട്ട്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പ് കട്ട് ചെയ്യേണ്ടത് വെസലിൻ്റെ ടോപ്പിൽ നിന്ന് ഒരു 2.5 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വെച്ചിട്ട് വേണം ഈ പൈപ്പ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ പൈപ്പ് കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആ വെസലിൻ്റെ മൗത്ത് എന്തെങ്കിലും തുണി വെച്ചിട്ടോ കവർ വെച്ചിട്ടൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം കട്ട് ചെയ്ത്. കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന പൊടി ഇതിനകത്തേക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടില്ലേ, നേരത്തെ പറഞ്ഞില്ലേ 2 സ്റ്റൈനർ വരുന്നു, ഒന്ന് ബോട്ടം സ്റ്റൈനർ, അത് നമ്മൾ വെച്ച് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റൈനറാണിത്. ഇത് നമ്മൾ ഈ വാൾവിനകത്താണ് ഫിക്സ് ചെയ്യുക. ഈ മൾട്ടിപോട്ട് വാൾവിനകത്ത് ആണ് ഫിക്സ് ചെയ്യുക. ഇതിലും നമ്മൾ ഡിസ്ക് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. 2 3 4 ആകുമ്പോൾ ഫ്രീ ആവുന്ന രീതിയിൽ ഒരു 3 ഒന്ന് മാറ്റണം, ഫ്രീ ആയി കിട്ടണം കേട്ടോ. ഇതിൽ നമ്മൾ ഇത് വെക്കുമ്പോൾ കുറച്ച് ഗ്രീസ് ഒക്കെ കയറ്റി കൊടുക്കുക. നമ്മൾ ഈ 1.5 ഇഞ്ച് പൈപ്പിൻ്റെ തുമ്പിൽ 2 സെൻറ്റിമീറ്റർ ഉയരത്തിൽ കട്ട് ചെയ്തല്ലോ, അത് ഈ സ്റ്റൈനറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി നിർത്തണം. അപ്പോൾ അതൊന്ന് ഫ്രീ ആയി കയറാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ പശൊന്നും ഇടണ്ട. ഇപ്പോൾ ഇതിൽ ഗ്രീസാണ് പരട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇത് വാൾവ് കണക്ട് ചെയ്യണ ത്രെഡിനകത്തും കുറച്ച് ഗ്രീസ് പറ്റി കൊടുക്കുക. അതിൽ ത്രെഡ് സീലൊന്നും ചുറ്റേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഇതിന് ഓറിങ് വരുന്നുണ്ട് ബുഷ് പോലെ. അപ്പോൾ അതിൽ ടൈറ്റ് ആയിക്കോളും. അപ്പോൾ വാൾവ് ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു മീഡിയം ലെവലിൽ ടൈറ്റ് ചെയ്താൽ മതി. നല്ല ഹെവി ലോഡ് കൊടുത്തിട്ട് ഫുൾ ടൈറ്റ് ആക്കണ്ട, ലാസ്റ്റ് പൊട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ ടൈറ്റ് ചെയ്താൽ മതി. കാരണം അതിന് ഓറിങ്ങും ഉള്ള കാരണം ആ വാഷറുണ്ടല്ലോ, അതുള്ള കാരണം ടൈറ്റായി നിന്നോളൂ അത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ സൈഡിലും നമ്മൾ FT ഇടാണ്ട് ഫീമെയിൽ ത്രെഡ് അഡാപ്റ്റർ എന്ന് പറയും. 1.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് ആയതുകൊണ്ട് 1.5 ഇഞ്ചിൻ്റെ FT ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുക. അതായത് ഒരു ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ഒക്കെ കേട്ടോ. പിന്നെ ബാക്ക് വാഷനുള്ളതും നമ്മൾ 1.5 ഇഞ്ചിൻ്റെ FT ഇട്ടിട്ട് ടൈറ്റ് ആക്കണം. ഇപ്പോൾ ഇതിപ്പോൾ അപ്സ്റ്റെയറിൽ വെച്ച കാരണേ, അപ്പോൾ സൺഷെയ്ഡിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഇപ്പോൾ പൈപ്പ് കട്ട് ചെയ്യണത്. അതായത് ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ്. ഇത് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് പറയാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വെസൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഔട്ട്ലെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 ടൈപ്പ് വരുന്നുണ്ട്, ഇൻലെറ്റിലും കൊടുക്കാം ഔട്ട്ലെറ്റിലും. ഇതിപ്പോൾ നമ്മൾ ഔട്ടിലാണ്, അതായത് ടാങ്കിൽ നിന്ന് വരുന്ന ലൈനിലേക്ക്. മറ്റേത് മോട്ടർ അടിക്കുമ്പോൾ ടാങ്കിലേക്ക് പോകുന്ന ലൈനിലും വെക്കും. അപ്പോൾ ഈ വാൾ വ്യത്യാസം ഉണ്ട് അതിന്. അപ്പോൾ അത് നമ്മൾ നേരെ മോട്ടർ അടിക്കുമ്പോൾ നേരെ വെസലിൽ വന്ന് ഫിൽട്ടർ ചെയ്തിട്ടാണ് പിന്നെ വെള്ളം ടാങ്കിലേക്ക് പോകുള്ളൂ. ആ ടൈപ്പ് ഉണ്ട്. ഇപ്പം നമ്മൾ അതല്ല ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്, ടാങ്കിൽ നിന്ന് ഔട്ട് വരുന്ന ലൈനിലാണ്. അപ്പോൾ ടാങ്കിലേക്ക് നേരിട്ട് മോട്ടർ അടിച്ച് വെള്ളം കയറ്റും. എന്നിട്ട് ടാങ്കിൽ നിന്ന് വരുന്ന ലൈന് ഫിൽട്ടർ ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നത്. ആ ഒരു രീതിയിലാണ്. ഇപ്പോൾ അത് ഈ ലാഡർ വെച്ചിട്ട് സൺഷെയ്ഡിൻ്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മളിതെല്ലാം കട്ട് ചെയ്തിട്ട് പൈപ്പ് സെറ്റ് ചെയ്യുന്നത്. പൈപ്പൊക്കെ സെറ്റ് ചെയ്തെന്ന് ശ്രദ്ധിച്ചോളൂ. എങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ലൈനിൽ ഇപ്പോൾ നേരെ ടാങ്കിൽ നിന്ന് വരുന്നത് നേരെ വെസലിലേക്ക് കൊടുത്ത് പിന്നെ ഔട്ട്. അപ്പോൾ ഈ ഔട്ട് ലൈനും, അതായത് വെസലിൽ നിന്ന് ഔട്ട് പിന്നെ ലൈനിലേക്ക് പോകുന്ന ആ ലൈൻ തമ്മിൽ ഒരു ബൈപ്പാസ് കണക്ഷൻ കൊടുക്കണം ഒരു വാൾവ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കാരണത്താൽ നമ്മൾ വെസലിന് ഒരു കംപ്ലൈൻറ്റ്, ഒരു മെയിൻ്റനൻസ് വരുമ്പോൾ നമ്മൾ അത് ഓഫ് ചെയ്തിട്ട് ബൈപ്പാസ് ചെയ്ത് തരണം. അപ്പോൾ വെസലിൽ കയറാതെ നമ്മൾ ടാങ്ക് നേരെ, അതായത് വെസൽ വെക്കുന്നതിൻ്റെ മുന്നേ എങ്ങനെയാണെന്ന് വെച്ചാൽ അതേ രീതിയിൽ വെള്ളം ബൈപ്പാസ് ചെയ്തിട്ട് പോകും. അതിന് വേണ്ടിയിട്ട് വാൾവ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 3 വാൾവ് അഡീഷണൽ വരും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. വീഡിയോ കുറച്ച് ഫാസ്റ്റാക്കി വെച്ചിരിക്കുന്നത്, കാരണം അല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഈ പൈപ്പ് സെറ്റിംഗ് ആണ്. ഇപ്പോൾ അതെല്ലാം ഇപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. ഇതിപ്പോൾ നമുക്കും വീട്ടിൽ സാധാരണ ആൾക്കാർക്ക് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഐറ്റംസ് തന്നെയാണ് ഉള്ളത്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈപ്പാസ് ലൈൻ എന്തായാലും കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഫിൽട്ടർ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വെസൽ ഫിൽട്രേഷനിലേ പ്രഷർ വേണം, നല്ല പ്രഷർ വേണം. അപ്പോൾ അത് താഴ്ന്ന രീതിയിലാണ് ടാങ്ക് ഉള്ളതെങ്കിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ പ്രഷർ പമ്പ് ഉണ്ടെങ്കിൽ പ്രഷർ പമ്പിൻ്റെ ലൈന് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ മോട്ടറിൻ്റെ ലൈന് ഇതിലേക്ക് എടുത്ത് കൊടുക്കണം.
ഈ ലൈനിലേക്ക്. അതായത് ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് മോട്ടർ അടിക്കുക. മോട്ടർ അടിക്കുമ്പോൾ പ്രഷറിൽ വെള്ളം വന്നിട്ട് ഫിൽറ്റർ മറ്റേ ഈ വെസൽ നിറയണം. അപ്പോഴാണ് കറക്റ്റ് ഫിൽട്രേഷൻ നടക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഞാൻ ആ ലൈൻ കൊടുത്തിട്ടില്ല, കാരണം ഇവിടെ ടാങ്ക് നല്ല ഉയരത്തിലായിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ ഇവിടുന്ന് ഒരു 20 അടി ഉയരത്തിലാണ് ടാങ്ക് ഉള്ളത്. അപ്പോൾ അത്യാവശ്യം പ്രഷർ ഉണ്ട് അത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ മോട്ടർ ലൈൻ കൊടുത്തിട്ടില്ല, പ്രഷർ ലൈനും കൊടുത്തിട്ടില്ല. അപ്പോൾ ടാങ്കിൻ്റെ ലൈനിൽ തന്നെ നമ്മളിത് ബാക്ക് വാഷ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വെസലിൻ്റെ ഔട്ട് വരുന്ന പൈപ്പിൽ ഒരു ലൈന് ഒരു വാൾവ് വെച്ചിട്ട് പുറത്തേക്ക് വെക്കണം, ഫ്രീ ആയിട്ട് ഇടുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് വാഷിങ്ങിലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട് സൈഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെള്ളം എങ്ങനെ ഉണ്ട് എന്ന് അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒരു വാൾവ്, ഇപ്പോൾ അതാണ് ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന ചെറിയ വാൾവ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും ഇതിനൊപ്പം ചെയ്യണം. ഏകദേശം ആയിട്ടുണ്ട്. ബാക്ക് വാഷിൻ്റെ ലൈൻ ഇപ്പോൾ പുറത്തേക്ക് ഇടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം നമ്മൾ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈനെല്ലാം അടിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്ക് വാഷിൻ്റെ ലൈനാണ് അടിച്ചിട്ട്, ഇനി കുറച്ചുകൂടി പുറത്തേക്ക് ഇടാണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ലൈന്, അതായത് പഴയ ലൈനിൽ നിൽക്കുന്ന വെള്ളമൊന്നും നമുക്ക് കാണിക്കാം. അപ്പോൾ ഈ എടുക്കുന്നതാണ് പഴയ, ഇപ്പോൾ നിലവിൽ ഇപ്പോൾ വീടിനകത്ത് ടാപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇത്. ഇനി നമ്മൾ ഫിൽറ്റർ വെച്ചിട്ട് ഇത് മൊത്തം ബാക്ക് വാഷിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനി കുറച്ച് ബാക്ക് വാഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിൽ. അതായത് ഇപ്പോൾ നമ്മൾ മീഡിയാസ് നിറച്ചിട്ട് മീഡിയാസൊക്കെ കഴുകി വൃത്തിയാക്കി പോകണ്ട. അതായത് ഈ വെസലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ബാക്ക് വാഷ് ചെയ്യണം. അത് മൊത്തം ഇതാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതാ ബാക്ക് വാഷിൻ്റെ ലൈൻ ഇപ്പോൾ പുറത്തേക്ക് ഇടുകയാണ്. ഇപ്പോൾ ഈ കണ്ടത്, ഇപ്പോൾ ഇതുവരെ കാണിച്ചതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. കാരണം ഇത് ഒരുപാട് വലിച്ചു നീട്ടി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഇപ്പോൾ ഇത് തന്നെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പോൾ ഉള്ളത് തന്നെ നിങ്ങൾ ഫുള്ള് അവസാനം വരെ കണ്ടാലാണ് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്ക് വാഷ് ചെയ്യാം. ഇതിപ്പോൾ വാൾവ് ഫിൽറ്ററിലാണ് കിടക്കുന്നത്. ഈ ഫിൽറ്ററിൽ വെച്ചിട്ട് വെസലിൽ ഫുള്ള് വെള്ളം നിറക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സാധനം വെള്ളം നിറച്ചതിന് ശേഷം അതേപോലെ ബാക്ക് വാഷിൽ ഇട്ടിട്ട് ടാങ്കിൽ നിന്നുള്ള വാൾവ് തുറന്നിടുക. വാൾവ് തുറക്കുക, അതായത് ടാങ്കിൽ നിന്ന് വരുന്ന ലൈന് വാൾവ് തുറക്കുക. ബാക്കിയുള്ള എല്ലാ വാൾവും ക്ലോസ് ചെയ്യാം. അതായത് ഫിൽറ്ററിൽ നിന്ന് ഔട്ട് പോകുന്ന ലൈൻഡ് വാൾവ് അത് ക്ലോസ് ചെയ്തിടണം. എന്നിട്ട് ബാക്ക് വാഷ് ഒരു 15 മിനിറ്റ് നേരം ബാക്ക് വാഷ് ചെയ്യുക. ഈ കറുത്ത കളറ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മീഡിയാസ് മൊത്തം ഇപ്പോൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതെല്ലാം വാഷ് ചെയ്ത് നല്ല വൃത്തിയാവുന്ന തെളിഞ്ഞ വെള്ളം വരുന്നത് വരെ ഫുള്ള് ബാക്ക് വാഷിൽ ഇട്ടിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇത് ചെയ്തൊരു മൂന്ന് തവണ നമ്മൾ ബാക്ക് വാഷ് ചെയ്യണം. അപ്പോൾ എന്നിട്ട് ക്രിസ്റ്റൽ ക്ലിയറിൽ വെള്ളം വരും. ഇതിപ്പോൾ മൂന്നാമത്തെ ലൈനിലാണ്, മൂന്നാമത്തെ ബാക്ക് വാഷിംഗ് ആണ്. ലൈനൊന്ന് നോക്കി നോക്കൂ, കണ്ണീര് പോലത്തെ വെള്ളമായി മാറിയില്ലേ. ഇതേപോലെ വരുന്നത് വരെ നമ്മൾ ബാക്ക് വാഷിൽ ഇടണം. എന്നിട്ട് നമ്മൾ ഇത് റിൻസിൽ കുറച്ച് നേരം വർക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ലൈനിൽ ഇത് വെള്ളം തുറക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ ബാക്ക് വാഷിൽ നിന്ന് റിൻസിലേക്ക് മാറ്റി. ഇപ്പം നോക്കി നോക്ക്, റിൻസിലേക്ക് മാറ്റിയതിന് ശേഷം വെള്ളം ഇതാണ് കറക്റ്റ് കണ്ണീര് പോലെ ഇത് കണ്ടോ. ഇതേപോലെ റിൻസിലിട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൈനിലേക്ക് വാൾവ് തുറക്കാൻ പാടുള്ളൂ. ഇത് കഴിഞ്ഞ് നേരെ ഫിൽറ്ററിലേക്ക് ഇടുക. റിൻസിൽ നിന്ന് നേരെ ഫിൽറ്ററിലേക്ക് ഇടുക. എന്നിട്ട് ഫിൽറ്ററിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ലൈന് ഓപ്പൺ ചെയ്യാം. അതായത് ഇൻലെറ്റ് വാൾവ് തുറക്കുക, ഔട്ട്ലെറ്റ് വാൾവ് തുറക്കുക. ബൈപ്പാസ് വാൾവ് ക്ലോസ് ചെയ്തിടണേ. ബൈപ്പാസ് തുറക്കരുത്. അത് ഈ വെസൽ ഫിൽറ്ററിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ മെയിൻ്റനൻസിന് വരുന്ന സമയത്ത് മാത്രമാണ് ബൈപ്പാസ് വാൾവ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫിൽറ്റർ വഴി ചെയ്യുമ്പോൾ അത് എപ്പോഴും ക്ലോസ് തന്നെ കിടക്കണം. ഇതാണ് ഔട്ട് ലൈന്. ഈ വാൾവുകളെല്ലാം തുറക്കുമ്പോൾ സ്ലോവിൽ വേണം തുറക്കാൻ, പട്ടാച്ചിട്ട് തുറക്കരുത്. കാരണം വെള്ളത്തിൻ്റെ പ്രഷറിൽ പല ഭാഗങ്ങളും പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇതിൽ നിന്നല്ല, മൊത്തത്തിൽ വീട്ടിലുള്ള വാൾവൊക്കെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ തുറക്കുമ്പോൾ സ്ലോവിൽ വേണം എല്ലാ വാൾവുകളും ഓപ്പറേറ്റ് ചെയ്യാൻ കേട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെള്ളമില്ലേ, വീട്ടിലെ ലൈനിലുണ്ടായിരുന്ന വെള്ളം ആണ്. ഇനിയിപ്പോൾ ഇനി ഫിൽറ്റർ ചെയ്തിട്ട് വെസലിൽ നിന്ന് വരുന്ന ഫിൽട്രേഷൻ വാട്ടർ ഇപ്പോൾ കാണിച്ചു തരാം. അതുകൊണ്ട് ഔട്ട് ലൈനിൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് ഈ സംഭവം. ഇത് നമ്മൾ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം നല്ല വെള്ളമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റിങ് ഒരു പ്രൊവിഷൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിങ്ങനെ ചെയ്ത് വെക്കണം, നമുക്കത് അറിയാം. അല്ലെങ്കിൽ നേരിട്ട് ലൈനിൽ കൊടുക്കുമ്പോൾ ടാപ്പ് നിന്ന് വരുന്ന, അപ്പോൾ ടാപ്പിലെ വെള്ളങ്ങളൊക്കെ കളഞ്ഞിട്ട് പിന്നീട് വരുന്ന വെള്ളം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
ഇപ്പോൾ ആദ്യത്തെ വെള്ളവും ഇതിപ്പോൾ ടെസ്റ്റ് ചെയ്ത് കിട്ടിയ വെള്ളം തമ്മിലുള്ള വ്യത്യാസം നോക്കി നോക്ക്. ഇതാണ്. അപ്പോൾ ഇതുപോലൊക്കെ ആക്കാം നമ്മുടെ വീടുകളിലും ഒക്കെ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ നിർത്താൻ പോവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.